മനു തോമസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതികരിക്കാതെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം.വി. ജയരാജൻ. വിഷയത്തിൽ എം.വി. ജയരാജൻ പ്രതികരിക്കുമെന്നായിരുന്നു എം.വി. ഗോവിന്ദൻ നേരത്തെ വ്യക്തമാക്കിയത്. മൗനം വിദ്വാന് ഭൂഷണമെന്നായിരുന്നു പി. ജയരാജന്റെ പ്രതികരണം. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം അവസാനിച്ചു. പറയാനുണ്ടോ ഈ മനു തോമസ് ഉയർത്തിയ ആരോപണങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇങ്ങനെ മൗനം ഭൂഷണം എന്താണ് അതിന് കാരണം? പാർട്ടിയുടെ നിലക്കുണ്ടോ പറയരുത്? വളരെ ഫെലിക്സ് ആണ് വിവരങ്ങളുമായി. ഫെലിക്സ്, വളരെ താത്വികമായ അവലോകനമാണല്ലോ. മൗനം വിദ്വാന് ഭൂഷണം അവിടുത്തെ ജില്ലാ സെക്രട്ടറി പറയും, പക്ഷേ കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കപ്പെടുന്നുമില്ല. ജില്ലാ സെക്രട്ടേറിയറ്റിൽ എന്ത് തരത്തിലുള്ള ചർച്ചകളാണ് നടന്നത്? രതീഷ്, പി. ജയരാജൻ വിഷയം ഈ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ചർച്ചയായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അത് ഏത് രീതിയിലാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷവും ആരും തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ്. എം.വി. ജയരാജൻ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം മടങ്ങിയെത്തിയപ്പോൾ നമ്മൾ ഈ ചോദ്യം ചോദിച്ചു. പക്ഷെ ഒരു വാക്ക് പോലും പറയാൻ, അതായത് പി. ജയരാജനെ പിന്തുണച്ച് രംഗത്ത് വരാൻ ജില്ലാ സെക്രട്ടറി പോലും തയ്യാറാകുന്നില്ല എന്നതാണ്. ഈ വിവാദമുണ്ടായി ഇത്രയധികം ദിവസം കഴിഞ്ഞിട്ടും സംസ്ഥാന സെക്രട്ടറി അടക്കം ഇന്ന് വ്യക്തമാക്കിയത് ജില്ലാ സെക്രട്ടറി ഈ വിഷയത്തിൽ പ്രതികരിക്കുമെന്നതാണ്. പക്ഷെ എം.വി. ജയരാജൻ ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം ഒരു വാക്ക് പോലും മിണ്ടാൻ തയ്യാറായില്ല. അതിനുശേഷം പി. ജയരാജൻ ഇറങ്ങി വന്നപ്പോഴും മൗനം വിദ്വാന് ഭൂഷണം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഗുരുതരമായ ആരോപണമാണല്ലോ എന്ന ചോദ്യത്തിന് അത് നിങ്ങൾക്ക് ഗുരുതരമായിരിക്കും എന്നും പി. ജയരാജൻ പറയുകയുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ പി. ജയരാജനോട് കടുത്ത അതൃപ്തി നേതാക്കൾക്കിടയിലുണ്ട്. പ്രത്യേകിച്ചും എം.വി. ജയരാജൻ ജില്ലാ സെക്രട്ടറി അവസാനിപ്പിച്ചൊരു വിഷയമായിരുന്നു. അത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുത്തിപ്പൊക്കുകയും ഒപ്പം തന്നെ താണിക്കെത്തിക്കുകയും ചെയ്തത് പി. ജയരാജനാണ് എന്ന വികാരം പാർട്ടിക്കുള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പി. ജയരാജനെ പരസ്യമായി പിന്തുണയ്ക്കാൻ ഒരു നേതാവും തയ്യാറാകുന്നില്ല എന്നതാണ്. പ്രത്യേകിച്ച് മനു തോമസ് പി. ജയരാജനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. കൊട്ടേഷൻ സംഘവുമായി, സ്വർണ്ണക്കടത്ത് സംഘവുമായി പി. ജയരാജന്റെ മകനടക്കം ബന്ധമുണ്ട്. ഒപ്പം തന്നെ ക്വാറി മാഫിയെ സംരക്ഷിക്കാൻ വേണ്ടി പുതിയ ഏരിയ സെക്രട്ടറിയെ മലയോരത്ത് സൃഷ്ടിച്ചു. പാർട്ടിയിൽ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമം നടത്തി, ചർച്ച നടത്തി തുടങ്ങി ഗുരുതര ആരോപണങ്ങൾ പി. ജയരാജനെതിരെ ഉന്നയിക്കുമ്പോൾ പി. ജയരാജനെ പിന്തുണയ്ക്കാൻ ജില്ലാ നേതൃത്വം പോലും തയ്യാറാകുന്നില്ല. നേരത്തെ സംസ്ഥാന സെക്രട്ടറി അതിന് തയ്യാറാകാതെ ജില്ലാ സെക്രട്ടറിയുടെ അല്ലെങ്കിൽ ജില്ലാ നേതൃത്വത്തിന്റെ ചുമലിൽ വെച്ച് അദ്ദേഹം കൈയൊഴിയുകയായിരുന്നു. എന്നാൽ ജില്ലാ നേതൃത്വവും യാതൊരു തരത്തിലും പി. ജയരാജനെ പിന്തുണയ്ക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതാണ് ഏറ്റവും പ്രധാനം. പി. ജയരാജനെ സംരക്ഷിക്കാൻ, പിന്തുണയ്ക്കാൻ സംസ്ഥാന സെക്രട്ടറിയോ ജില്ലാ നേതൃത്വമോ രംഗത്ത് വന്നിട്ടില്ല എന്നത് വളരെ പ്രധാനമാണ്. ഇനി ഏത് തരത്തിലാണ് ഈ വിഷയത്തിന്റെ തുടർച്ച എന്നതും രാഷ്ട്രീയമായി കൗതുകമാണ്. ഫെലിക്സ് ആണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.